ഇന്ന് പല പള്ളികളിലും നമ്മുടെ പ്രസിദ്ധമായ പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെന്നാൽ യൗസേപ്പ് പിതാവിന്റെ രൂപം ഒരു വല്ലാത്ത രൂപമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ പള്ളിയിലെ രൂപത്തിന് ഒരല്പം ചെറുപ്പം തോന്നുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഇന്ന് ജനം തിങ്ങിക്കൂടുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ രൂപത്തിൽ ചെന്നാൽ കഷണ്ടി കയറി തലമുടി നരച്ച് താടി നരച്ച് വീക്ഷ നീട്ടി വൃദ്ധനായിരിക്കുന്ന ഒരു അപ്പൂപ്പൻ ഒരു വാവേനെ കളിപ്പിച്ചിരിക്കുന്ന രൂപമാണ് പ്രസിദ്ധം എല്ലാ ബഹുഭൂരിപക്ഷം പള്ളികളിലെയും യൗസേപ്പ്. ഗിദോ റെങ്ങി എന്ന് പറയുന്ന പ്രസിദ്ധനായ ആർട്ടിസ്റ്റ് വരച്ച പ്രസിദ്ധമായ യൗസേപ്പ് രൂപമാണ്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്. താടി നീട്ടി നരച്ച താടിയുമ തടവിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണീശോ, അതാണ് യൗസേപ്പ്. എന്തുകൊണ്ടാണ് ഈ മുതുക്കനായിട്ട് കിളവനായിട്ട് യൗസേപ്പ് നാം കാണുന്ന കാരണം? കഷണ്ടിയില്ലാത്ത യൗസേപ്പ് ഇല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടായത്? ഞാൻ പറയും, യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ ആ ചിത്രീകരണത്തിന്റെ പുറകിൽ ചിന്തിക്കണം. എന്താണെന്നറിയാമോ? ഇത്രയുള്ള ഒരു കുഞ്ഞു ഉണ്ണീശോ, ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോ, അസുഖാന്റെ കയ്യിൽ ഉണ്ണീശോ, അത് കയ്യിലിരിക്കുന്ന സമയത്ത് യൗസേപ്പ് എത്ര വയസ്സുണ്ടാവും? നീ നിന്റെ ഭാര്യയെ സ്വീകരിക്കണം, അവൾ ഗർഭം ധരിക്കും, അത് പരിശുദ്ധാത്മാവ് വഴിയാണ് എന്ന് മാലാഖ യൗസേപ്പ് പറയുന്ന സമയത്ത് യൗസേപ്പ് എത്ര വയസ്സുണ്ടായിരിക്കും? ശരിക്കും യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പെൺകുട്ടി സ്ത്രീയായി മാറുന്ന സമയം 12 വയസ്സ്, ഒരാൺകുട്ടി പുരുഷഭാവം ഉൾക്കൊള്ളുന്ന സമയം 15-16 വയസ്സ്. യഹൂദര് അവരെ കല്യാണം ഉറപ്പിച്ചു. നിനക്ക് ഇനി ആളായിരിക്കും വരാൻ. അതറിയണമെങ്കിൽ നമ്മുടെ പോലെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ ഏത് പ്രായത്തിലെ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു നോക്കണം. ആ പ്രായത്തിൽ അവരെ കല്യാണം ഉറപ്പിച്ചു. എന്നിട്ട് ഈ പയ്യൻ ചെക്കൻ പണിയെടുത്ത് സ്വന്തമായിട്ട് പണമുണ്ടാക്കി വീട് പണിത് ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അപ്പോഴവരുടെ കല്യാണം. മനസ്സമ്മതം നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കും. കാരണം എന്താ? നീ ഈ പുരുഷൻ കണ്ട പെൺപിള്ളേരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അലമ്പാവാൻ ഇടയാവരുത്. ഈ പെണ്ണ് കണ്ട ആൺപിള്ളേരെ എല്ലാം മനസ്സിൽ ചിന്തിച്ച് പൊല്യൂട്ടഡ് ആവരുത്. അവളുടെ ഹൃദയത്തിൽ ഒരു പുരുഷനെയും ജീവിക്കാവൂ എന്ന് യഹൂദ നിയമമുണ്ട്. 12 വയസ്സായ പെണ്ണിന് 16 വയസ്സായ ചെറുക്കനെ മനസ്സമ്മതം നടത്തിക്കും. അപ്പൊ ഈ കുഞ്ഞുമാവയെ പിടിക്കുന്ന കാലത്ത് നമ്മുടെ യൗസേപ്പ് എത്ര വയസ്സുണ്ടായിട്ടുണ്ടാവും? 16-17 വയസ്സ്. മറിയം ഗർഭം ധരിക്കുമ്പോൾ അവൾക്ക് എന്ത് പ്രായം ഉണ്ടായിരിക്കണം? 13-14 വയസ്സ്. അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു. നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മ ഗർഭം ധരിക്കുന്ന കാലത്ത് എത്ര വയസ്സുണ്ടായിട്ടുണ്ടാകും? സ്നേഹമുള്ളവർ, അതിലാണ് യൗസേപ്പിന്റെ മഹത്വം. ഒരു അപ്പൂപ്പൻ ബ്രഹ്മചര്യം പാലിക്കുന്നതല്ല. അപ്പൂപ്പന് ബ്രഹ്മചര്യം പാലിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ചോരത്തളപ്പുള്ള ഒരു യുവാവ് മാലാഖ പറയുന്നത് കേട്ട് രക്തസാക്ഷിത്വത്തിന്റെ ജീവിതം നയിക്കാൻ, ദൈവത്തിന്റെ തിരുമനസ്സിന് പരിപൂർണമായി വിധേയനാവാൻ ധൈര്യം കാണിച്ചു. ജീവിതകാലം മുഴുവൻ അവൻ ബ്രഹ്മചാരിയായി ജീവിച്ചു. അതിലാണ് യൗസേപ്പിന്റെ മഹത്വം. ചോരക്കാർക്കുള്ള ഒരു പയ്യന് സംഭവിച്ച ഒരു പ്രതിസന്ധി, ദൈവികമായ പ്രതിസന്ധി, ഉറങ്ങിക്കിടക്കുമ്പോൾ മാലാഖ പറഞ്ഞു, അതിനുവേണ്ടി ആ മാലാഖയുടെ നല്ല പ്രചോദനങ്ങൾക്കനുസരിച്ച്, മനസാക്ഷിയുടെ പ്രചോദനത്തിനനുസരിച്ച്, ദൈവഹിതത്തിനനുസരിച്ച് ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു. അതിലാണ് മഹത്വം. അതുകൊണ്ടാണ് യൗസേപ്പ് പുണ്യവാനാവുന്നത്.
മറിയത്തെ രക്തസാക്ഷിയായിട്ട് നാം കണക്കാക്കുമെങ്കിൽ യൗസേപ്പ് പിതാവും അതുപോലെ രക്തസാക്ഷിയാണ്. കാരണം അത്രയും വലിയ ത്യാഗം ആ പാവം പയ്യൻ ക്രിസ്തുവിന് വേണ്ടി ചെയ്തു. അതുകൊണ്ടാണ് ആ പുണ്യവാനെ നമ്മൾ ആൾക്കാരെ വെച്ച് വണങ്ങുന്നത്. അദ്ദേഹം ചെയ്ത ത്യാഗം വീരോചിത സുഹൃതമാണ്. സാധാരണ ഒരു ചെറുപ്പക്കാർക്ക് പറ്റാത്ത കാര്യം ആണ് ചെയ്തത്. അപ്പൊ പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു അപ്പൂപ്പൻ രൂപം നമ്മുടെ സഭയിൽ വന്നു? അതിന് ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയാമോ? 500 കൊല്ലം മുമ്പ് 1500 സഭ സ്ഥാപിച്ച ഈശോ സ്ഥാപിച്ച 1500 കൊല്ലം വലിയ കുഴപ്പമില്ലാതെ പോയി. 500 കൊല്ലം മുമ്പ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ആരംഭിച്ചു മാർട്ടിൻ ലൂതർ. പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ടായി. അവർ മാതാവിനെ താഴ്ത്തിക്കെട്ടാൻ നോക്കി. അവർ പറഞ്ഞു, മാതാവിന് വേറെ കുഞ്ഞുങ്ങളുണ്ടായി, അവൾ നിത്യകന്യകയല്ല എന്ന് സ്ഥാപിക്കാൻ നടന്നു. യൗസേപ്പിതാൻ വേറെ മക്കൾ ജനിച്ചു, മറിയം പിന്നെ ഗർഭിണിയായി എന്ന് പഠിപ്പിച്ച് മറിയത്തെ തഴയാൻ അവഗണിക്കാൻ ഒരു ശ്രമം പ്രൊട്ടസ്റ്റന്റുകാർ നടത്തി. അപ്പോൾ നമ്മുടെ കത്തോലിക്ക ചിത്രകാരന്മാർ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഔസേപ്പിതാൻ ഒരു അപ്പൂപ്പന്റെ രൂപാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൂപ്പനാണ് ഒരു കുഴപ്പമൊപ്പിച്ചത്, കൈയില്ല അതുകൊണ്ട് തട്ടില്ല എന്ന് കാണിക്കാൻ മാതാവിന്റെ ബ്രഹ്മചര്യം സ്ഥാപിച്ചു കൊടുക്കുക. 100 ചില പ്രായമായ ഒരപ്പൂപ്പന്റെ കൂടെയാണ് ഈ കന്യകയെ പറയുകയും ഒരു പ്രശ്നം അവരൊക്കെ ഉണ്ടായില്ലേ എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു യൗസേപ്പിതാനെ പഴുവൃദ്ധനായിട്ട് ചിത്രീകരിച്ചാൽ യാതൊരു ചരിത്ര യാഥാർത്ഥ്യവുമില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. 90-100 വയസ്സായ ഒരാൾക്ക് ആരെയും എത്തിച്ചു കൊടുക്കുകയല്ല. അതാ സത്യം. നമ്മുടെ രൂപത്തിന് കുറച്ചുകൂടി കുറവ്, ഒരു അല്പം യുവത്വമുണ്ട് ഇവിടെ അവിടെയായി. എന്നാൽ ചില രൂപങ്ങൾ അപ്പൂപ്പന്റെ കയ്യിൽ ഉള്ളിയിരിക്കുന്ന പോലെ വികൃതമായി ചിത്രീകരിക്കുന്നു. അപ്പൊ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു വാക്കുപോലും സംസാരിക്കാതെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളിലും ദൈവം എന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച കാപട്യമില്ലാത്ത വിശ്വാസത്തിനുടമയായിരുന്നു ഔസേപ്പിതാവ്. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന ജീവിതമായിരുന്നു. ആ ജീവിതം കൊണ്ട് അദ്ദേഹം ത്യാഗം ചെയ്തു. നിങ്ങൾ ചിലർ ഹോളി ലാൻഡ് കാണാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഹോളി ലാൻഡില് ഹോളി സെപ്പുൾക്കർ കർത്താവിന്റെ കബറിടത്തിന്റെ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഈ ദുഃഖ വെള്ളിയാഴ്ച യുദ്ധം കാരണം അവിടെ പരിപാടികളുണ്ടായി. കഴിഞ്ഞ ദിവസം അതിന്റെ മേലെ ഒരു ബോംബിന്റെ ചീറ് വന്ന് പതിക്കുകയുണ്ടായി. നാം ദുഃഖ വെള്ളിയാഴ്ച നടത്തുന്ന കളക്ഷൻ, പിരിവ് വിശുദ്ധ സ്ഥലം സംരക്ഷിക്കാൻ കൊടുക്കുന്നതാണ്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. അവിടെ നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും. യൗസേപ്പിതാവ് ബേത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയി കൊച്ചിനെ രക്ഷിക്കാൻ. ആ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും ബസ്സില്. എത്ര ദിവസം നീണ്ട യാത്ര ചെയ്താല ഈജിപ്തിൽ ചെല്ലുക? സീനായി മലയുടെ താഴ്വാരത്തിലൂടെ ഒരു ചെടിയുമില്ല, തണലുമില്ല, വെറും മണലാരണ്യങ്ങളിലൂടെ നടന്ന് എത്ര ദിവസം നടന്ന് ജീവിതം താണ്ടിയിട്ടാണ്, ദൂരം താണ്ടിയിട്ടാണ് ഈ പാവ മനുഷ്യൻ ആ പെണ്ണിനെയും കൊച്ചിനെ രക്ഷിച്ചത്. എപ്പ ഔസേപ്പിതാവിന്റെ വിശ്വാസം എന്തായിരുന്നു? തോളിൽ കിടക്കണ ഈ ബലഹീനൻ, ഈ കുഞ്ഞുപാവ ഹേരോദേശിന്റെ വാളിൽ നിന്ന് ഒളിച്ചോടുന്ന സമയത്ത് പോലും അവൻ ദൈവമാണ്, ഈ പ്രപഞ്ചത്തിന്റെ ദൈവമാണ് എന്റെ തോളിൽ കിടക്കണമെന്ന് ചിന്തിച്ചിട്ട് പോവുക. സകല പ്രതിസന്ധിയിലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് ചിന്തിക്കാനുള്ള വിശ്വാസത്തിന്റെ ഹീറോയിസം, വിശ്വാസത്തിന്റെ തീവ്രത, അതാണ് യൗസേപ്പിതാവ് കാണിച്ചത്. സാധാരണക്കാർക്ക് പറ്റില്ല. ഈ കഷ്ടപ്പാടിൽ, ഈ മരുഭൂമി, വെള്ളം പോലും കിട്ടാത്തടത്ത് ജനിച്ച സ്ഥലവും ഉപേക്ഷിച്ച് വീടില്ലാതെ ഉറങ്ങാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ പോകുമ്പോഴും ദൈവമാണ് എന്റെ കൂടെയുള്ളതെന്ന് ചിന്തിച്ചിട്ട് പോവുക. ഹേരോദേശിന്റെ മരണം വരെ അന്യദേശത്ത് പോയി താമസിക്കുക, പണിയെടുക്കുക, കൊച്ചിനെ പാലിക്കുക, അമ്മയെ പാലിക്കുക. ആ വലിയ കാര്യം ചെയ്ത മനുഷ്യനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഇന്ന് പഞ്ചായത്ത് ഇലക്ഷനായാലും നിയമസഭാ ഇലക്ഷനായാലും ഒരു കുടുംബ യൂണിറ്റിലെ ഇലക്ഷനായാലും ഫ്രസ്ട്രേറ്റഡ് ആയ ഒത്തിരി പേരുണ്ട്.
ചിലർക്ക് അധികാരം കിട്ടി, എല്ലാവരും പറയും എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. എങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ ഭാവത്തിനുള്ളിന്റെ ഉള്ളിൽ കിതയ്ക്കുന്ന ഭയങ്കര ആർത്തി കാണണം. എവിടെയെങ്കിലും സ്ഥാനത്ത് വന്നിരിക്കാൻ, അറിയപ്പെടാൻ. യൗസേപ്പിനെ പറ്റി നാം പഠിക്കുന്ന ഒരു കാര്യമാണ്. യൗസേപ്പിന്റെ ജീവിതത്തിൽ വലിയൊരു മാതൃക എന്താണെന്നറിയാമോ? യൗസേപ്പിതാവ് മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ കർത്താവിന്റെ പരസ്യത്തിൽ ഔസേപ്പിനെ അവസാനമായിട്ട് വേണ്ട സമയം എവിടെയാണ്? സഭയിൽ. ആ ബൈബിളിൽ അവസാനം തന്നെ രംഗം, ചരിത്രത്തിൽ തന്നെ അവസാനമായിട്ട് ഔസേപ്പിതാവ് വരുന്ന രംഗം വളരെ അർത്ഥപൂർണ്ണമാണ്. ഏത് രംഗമാണ്? നമുക്കറിയാം, എല്ലാവരും കേൾക്കും തച്ചന്റെ മോനാണ് ഈ ഉണ്ണി. ഈശോ തച്ചന്റെ മോനാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. മറിയവും പുറത്ത് പറഞ്ഞില്ല, യൗസേപ്പിതാവ് പുറത്ത് പറഞ്ഞ മറിയം അവഹേളിക്കപ്പെട്ടു. ആരും പുറത്ത് പറയണം. മറിയത്തിന് ഇങ്ങനെ ഒരു ഗർഭത്തിലാണ് ഈ കൊച്ചു ജനിച്ചെന്ന് പറയാൻ മറിയത്തിന് വേണ്ടിയായിരുന്നു ആളുകൾ അറിയുകയും. ഔസേപ്പിന്റെ മോൻ എന്ന നിലയിൽ, അല്ലാതെ ഒരു ഇല്ലീഗലായിട്ട് ജനിച്ച കൊച്ചെന്ന നിലയിലല്ല ഉണ്ണി വളർന്നു വന്നത്. അങ്ങനെ ആരും വിശ്വസിക്കുക, ഗർഭം സ്വപ്നത്തിലൂടെ ഗർഭം ധരിച്ചു ആരും വിശ്വസിക്കുകയില്ല. പരസ്യം ആരംഭിച്ചിട്ടില്ല, അത്ഭുതങ്ങൾ തുടങ്ങിയിട്ടുമില്ല. അങ്ങനെ വിശ്വസിക്കാൻ ഒരു വഴിയില്ല. അവസാനം ഒരു രംഗമുണ്ട്, അത് നന്നായിട്ട് ചിന്തിക്കേണ്ട രംഗമാണ്. എന്താണെന്നുള്ളത്, 12 വയസ്സായപ്പോൾ ഉണ്ണിയെ കൂട്ടിക്കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. യൗസേപ്പിതാവും മാതാവും ഉണ്ണിയും കൂടി പെരുന്നാൾ കൂടാൻ. പെരുന്നാൾ കഴിഞ്ഞു. യൗസേപ്പിതാവും ആണുങ്ങൾ പോകുന്ന വഴിക്ക് പോയി, മറിയം പെണ്ണുങ്ങൾ പോകുന്ന വഴിക്ക് പോയി. അവരെവിടെയെങ്കിലും മീറ്റ് ചെയ്യാൻ 2-3 ദിവസം നടന്നു പോയി. വേറെ എവിടെയെങ്കിലും അവർ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേരും 2 വഴിക്ക് പോയി. ഉണ്ണിയെ കാണാനില്ല, വിഷമിച്ചു. 2 പേരും ഉണ്ണിയെ അന്വേഷിച്ചു. തിരിച്ച് പള്ളിയിലേക്ക് അന്വേഷിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ ചെന്നപ്പോ യൗസേപ്പ് ഒരു അക്ഷരം മിണ്ടണില്ല. പക്ഷെ മറിയം ചോദിക്കുന്നൊരു ചോദ്യമാണ്, മോനെ നീ എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് ചെയ്തു? നിന്റെ പിതാവ് ഞാനും നിന്റെ വേദനയോട് അന്വേഷിക്കുകയായിരുന്നില്ലേ? നീ എന്തിനാണ് ഞങ്ങളോട് ചെയ്തത്? ഞാനും നിന്റെ പിതാവും വേദനയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നില്ലേ? ഉടനെ ഈശോ പറയുന്നൊരു ഡയലോഗ്, ആരാ എന്റെ പിതാവ്? ആരാ എന്റെ പിതാവ്? ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലാണ്. ഈ നിൽക്കുന്നത് എന്റെ അപ്പനൊന്നുമല്ല. നിങ്ങൾ നോക്കി, പരസ്യമായിട്ട് ഈശോ പറയണം, ആരാ എന്റെ പിതാവ്? ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലാണ്. പരസ്യമായിട്ട് യൗസേപ്പ് എന്റെ അപ്പനല്ല എന്ന പരസ്യ പ്രഖ്യാപനം ആളുകളുടെ മുമ്പിൽ വെച്ച് ഈശോ പറയുകയാണ്. പിന്നീട് ഒരിക്കലും ബൈബിളിൽ യൗസേപ്പിനെ കാണുന്നില്ല. എവിടേക്കും അങ്ങ് നിഷ്ക്രമിച്ചു, കർത്തന്റെ പുറകേക്ക് ചരിത്രത്തിൽ നിന്ന് നിഷ്ക്രമിച്ചു. ആ പാവത്തെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് സഭയിൽ ഒരു പാരമ്പര്യമുണ്ട്, കർത്താവിന്റെ പരസ്യ ജീവിതത്തിന് മുമ്പേ ഈ മനുഷ്യൻ മരിച്ചു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുമായിരിക്കും. എന്താ ഔസേപ്പിതാവ് ചെയ്യുന്നത്? ദൈവമേൽപ്പിച്ച മകനെ ഹെറോദേസിന്റെ അക്രമത്തിൽ നിന്നും നാട്ടുകാരുടെ അപമാനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് എല്ലാ ജോലിയും ചെയ്ത് കൊച്ചുമകനെ കൊണ്ട് പള്ളിയിൽ ഏൽപ്പിച്ചിട്ട് ചരിത്രത്തിൽ തന്നെ നിഷ്ക്രമിച്ചു കളഞ്ഞു. അതിന്റെ മഹത്വത്തിന് വേണ്ടി അത് നിന്നില്ല. ത്യാഗം മുഴുവൻ ചെയ്തു, വേദന മുഴുവൻ ഏറ്റെടുത്തു, മറിയത്തെ യൗസേപ്പിനെ സംരക്ഷിച്ചു, തിരുക്കുടുംബത്തെ പാലിച്ചു. അതിന്റെ ക്രെഡിറ്റ് എടുക്കാതെ ആ പാവം എവിടെയോ മറഞ്ഞു പോയി. സഭ വിശ്വസിക്കുന്നു, സഭയുടെ പാരമ്പര്യം, പരസ്യ ജീവിതത്തിന് മുമ്പ് യൗസേപ്പ് പിതാവ് ഈശോയുടെ മടിയിൽ കിടന്ന് മരിച്ചു. അതുകൊണ്ട് നൽമരണ മധ്യസ്ഥനായി യൗസേപ്പ് പിതാവ് പറഞ്ഞു, എന്റെ ഡ്യൂട്ടി ചെയ്യുക, പ്രതിഫലിച്ചിരിക്കുക, അവനവനെ ഏൽപ്പിച്ചത് ചെയ്യുക, കൂലിക്ക് വേണ്ടി ചെയ്യാതിരിക്കുക, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് കൂലി ചോദിക്കാതിരിക്കുക, ദൈവം കൂലി തരുമെന്ന് വിശ്വസിക്കുക, ദൈവിക കാര്യങ്ങൾക്ക് കൂലി ചോദിക്കാതിരിക്കുക, ദൈവം തരുമെന്ന് വിശ്വസിക്കുക. ദൈവം കൂലി തരുന്നവനാണ്. യൗസേപ്പിനാണ് ദൈവം കൂലി കൊടുക്കുകയും ചെയ്തു, ആദരിക്കുകയും ചെയ്തു. തിരുസഭയുടെ പിതാവായി, കാവൽക്കാരനായി, സംരക്ഷകനായി യൗസേപ്പ് പിതാവ് ഇന്നും നമ്മുടെ കർത്താരകളിൽ വഴങ്ങപ്പെടുന്നു. ഇതാണ് യൗസേപ്പ് പിതാവ് തരുന്ന സന്ദേശം. ഒന്ന്, വിശ്വാസത്തിന്റെ കാപട്യമില്ലായ്മ, ദൈവദിനത്തിന് പരിപൂർണമായി കീഴടങ്ങാൻ യൗസേപ്പ് പിതാവ് എന്ന ചെറുപ്പക്കാരൻ, ആ യുവാവ് കാണിച്ച തീഷ്ണത,
ചോരത്തളത്തിന്റെ കാലത്ത് ഏറ്റെടുത്ത ആത്മീയ രക്തസാക്ഷിത്വം യൗസേപ്പിതാവിനെ മഹത്വമുള്ളവനാക്കുന്നു. തന്റെ ഡ്യൂട്ടികളെല്ലാം ചെയ്ത് പ്രതിഫലം നോക്കാതെ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് നിഷ്ക്രിയനാവുന്ന നിഷ്പ്രഭനാവുന്ന യൗസേപ്പിതാവ് സ്വയം പരിത്യാഗത്തിന്റെ മാതൃക കാണിക്കുന്നു. അങ്ങനെ കുടുംബജീവിതത്തിന്റെ മാതൃകയും തിരുസഭയുടെ പാലകനുമായ വിശുദ്ധ യൗസേപ്പിതാവ്, നന്മരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവ് ഇന്ന് തിരുസഭയിൽ ഉന്നത സ്ഥാനത്ത് വണങ്ങപ്പെടുന്നു. ഈ യൗസേപ്പിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷകനാണ്. കുടുംബ പ്രശ്നങ്ങളെ സമർപ്പിക്കാം. അപമാനിക്കപ്പെടുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേദന, അപമാനത്തിന്റെ വേദന ഔസേപ്പിതാവിനോട് പറഞ്ഞാൽ അക്ഷരാർത്ഥം നടത്തി തരാറുണ്ട്. പലരുടെ അനുഭവമാണ്. പ്രാർത്ഥിച്ചാൽ ഔസേപ്പിതാവ് കൂലി തരും. ഔസേപ്പിതാവ് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് അതിന്റെ കൂലി തരാം. ഔസേപ്പിതാവ് ഉറങ്ങി കിടക്കുന്നു. അതാണ് ഫ്രാൻസിസ് മാർ പറഞ്ഞത്. ഔസേപ്പിതാവ് പറയപ്പെടുന്നത് എന്താ അപേക്ഷ? ഔസേപ്പിതാവ് ഉറങ്ങി കിടക്കണം. പക്ഷെ നാം ഔസേപ്പിതാവിന് പ്രാർത്ഥിക്കുന്നത് കാണുന്ന ദൈവത്തിന് ഔസേപ്പിതാവിനെ നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഔസേപ്പിതാവിന്റെ പേരിൽ ഈശോ നമുക്ക് കൂലി തരും. ഔസേപ്പിതാവിന്റെ ഭക്തിയുള്ളവരായിരിക്കാൻ നമുക്ക് ഈശോ പ്രാർത്ഥിക്കാം.